ഡിയർ ഫ്രണ്ട്സ്, ക്യൂട്ട് കിച്ചൺ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ 2 മധുരക്കിഴങ്ങ് വെച്ചിരിക്കുകയാണ്, സ്വീറ്റ് പൊട്ടറ്റോസ്. നമുക്ക് അതുകൊണ്ട് നല്ലൊരു വിഭവം ഉണ്ടാക്കാം. നോക്കാം. ഒരു കപ്പ് നമ്മൾ ചായ കാപ്പി കുടിക്കുന്ന കപ്പ് ഉണ്ടല്ലോ, ആ ഒരു കപ്പിന് 1 കപ്പ് കടലമാവ് ഇട്ടിരിക്കുകയാണ്. ഒരു അരക്കപ്പും കൂടെ ഇടാം. അരക്കപ്പും കൂടെ കടലമാവ് ഇടുകയാണ്. ബാക്കി നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ കുറച്ച് മല്ലിയില വെച്ചിട്ടുണ്ട്, 1 തണ്ട് കറിവേപ്പില വെച്ചിട്ടുണ്ട്, ഒരു 3-4 പച്ചമുളക് വെച്ചിട്ടുണ്ട്, 1 കഷ്ണം ഇഞ്ചി, പിന്നെ നമ്മൾ മാവെടുത്തില്ലേ അതേ കപ്പിന് 1 കപ്പ് തേങ്ങ ചിരണ്ടിയതാണ്, അതുണ്ട്. ബാക്കി നമുക്ക് കാണാം. ഞാൻ എന്താ ജാറിനകത്തോട്ട് എടുത്തു വെച്ചില്ലേ 1 കപ്പ് തേങ്ങ, അതങ്ങോട്ട് ഇടുകയാണ്. അതിൻ്റെ ഒപ്പം തന്നെ പച്ചമുളക് നമുക്കെല്ലാം ഒന്ന് അരിഞ്ഞിടാം. എല്ലാം അരിഞ്ഞിട്ടു. ഇനി അതുപോലെ തന്നെ ഇഞ്ചി കൂടെ നമുക്ക് അരിഞ്ഞിടാം. എന്നിട്ട് ഞാനിത് മിക്സിയിലൊന്ന് അടിച്ചുകൊണ്ട് വരാം. കുറച്ച് ഉപ്പും കൂടി, ആവശ്യമായ ഉപ്പ് 1 നുള്ളി ഇട്ടിട്ടുണ്ട്. ഇത് ഞാനൊന്ന് അരച്ചുകൊണ്ട് വരാൻ പോവാണ്. എടുത്തുകൊണ്ടൊന്ന് എല്ലാം കൂടെ ചതച്ചിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് കറിവേപ്പില ഇടുകയാണ്. എടുത്തു വെച്ചിരുന്നല്ലോ കറിവേപ്പില, ആ കറിവേപ്പില ഇട്ട് ഒന്നും കൂടെ നമുക്കൊന്ന് അടിച്ചുകൊണ്ട് വരാം. ഇതെല്ലാം കൂടെ അരച്ചു നമുക്ക് മാറ്റാം. നമ്മുടെ ഈ കടലപ്പൊടി ഉണ്ടല്ലോ, കടലപ്പൊടിയിലോട്ട് ഒരു അല്പം മുളക് പൊടി, അതായത് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഒരു തരി കായംപൊടി. ഇത്രയേ ഉള്ളൂ. ആവശ്യമായ ഉപ്പിട്ട് ഒരല്പം, കാരണം നമ്മൾ ചമ്മന്തിയിലൊക്കെ ഉപ്പിട്ട്. ഇനി ഞാൻ ആ പൊടിയൊക്കെ എടുത്തല്ലേ ഗ്ലാസ്, അതേ ഗ്ലാസ്സിന് 1 ഗ്ലാസ് വെള്ളം എടുത്തിരിക്കുകയാണ്. നമുക്ക് അത് ഇതിലോട്ട് ഒഴിക്കാം. ചെറുതായിട്ട് കുറച്ച് മിക്സ് ചെയ്യണം, ഒറ്റയടിക്ക് മിക്സ് ചെയ്യരുത്. നമ്മളിപ്പോൾ മിക്സ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ആ എടുത്ത കപ്പിന് ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നോക്കണം നിങ്ങൾ, ഇതിൻ്റെ ഇതാണ് കണ്ടോ, ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഇങ്ങനെ വേണം. നമുക്ക് ബാക്കി കാണാം അല്ലേ. ഓക്കെ. ഇവിടെ മല്ലിയില എടുത്ത് വെച്ചിരുന്നല്ലോ, അതിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ നുറുക്കി അതും കൂടെ ഇതിലോട്ട് ഇടണം, ഈ മാവിലോട്ട് ഇടണം. നമ്മൾ കടലപ്പൊടി കലക്കി വെച്ചിരിക്കുന്ന ആ പൊടി മാവിലോട്ട് ഇതും കൂടി ഇടുകയാണ് നമ്മൾ. കണ്ടോ, ഇഷ്ടമാണെങ്കിൽ ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ ഇടണ്ട. ഇതിൻ്റെ ചിലപ്പോൾ മല്ലിയുടെ സ്വാദ് ചിലർക്ക് ഇഷ്ടപ്പെടില്ല, മല്ലിയിലയുടെ, അപ്പോൾ ഇടണ്ട. ഇഷ്ടമുള്ളവർക്ക് ഇടാം. കറിവേപ്പില വെച്ചിട്ട് ഇടപ്പത്ത് വെച്ചിട്ടുണ്ട്. ഫ്ലെയിം ഓണാക്കി ഞാനത് സിമ്മിലിട്ടിരിക്കുകയാണ്. നമുക്ക് അപ്പോഴത്തേക്കും അത് ചൂടാവട്ടെ, എന്നിട്ട് നമുക്ക് എണ്ണ ഒഴിക്കാം. അതിനിടയ്ക്ക് നമുക്ക് ഇവിടെ ആ മധുരക്കിഴങ്ങ് നന്നായിട്ട് വേവിച്ച് മാഷ് ചെയ്ത് വെച്ചിരിക്കണുണ്ട്, നന്നായിട്ട് അതിൽ നിന്ന് കുറച്ചെടുക്കാം. കൈ കൊണ്ടൊന്ന് പരത്തി കൊടുക്കാം. എന്ത് ഷേപ്പ് വേണമെങ്കിലും ഉണ്ടാക്കാം. അതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിരുന്ന ഈ ചമ്മന്തി കുറച്ചിട്ട് കൊടുക്കാം. കണ്ടോ, എന്നിട്ട് നമുക്കിതിനെ ഉരുട്ടാം. ഉരുട്ടുകയോ നീളത്തിലെടുക്കുകയോ അതൊക്കെ നമ്മുടെ സൗകര്യം, നമ്മുടെ ഇഷ്ടം. ആയിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിക്കുകയാണ്. എണ്ണ ഒന്ന് ചൂടാവട്ടെ. നമ്മളിവിടെ ഉരുട്ടി വെച്ചതുണ്ടല്ലോ, ഒരു ഉരുളി എടുത്തു. ഈ കലക്കി വെച്ചിട്ടുണ്ടല്ലോ മാവ്, അതിലോട്ട് നമുക്കൊന്ന് വയ്ക്കാം. ഇനി നമുക്ക് തീ ഞാനിപ്പോൾ ലോ ഫ്ലെയിമിൽ കിടക്കുകയാണ്. ഒന്ന് ഇച്ചിരി കൂട്ടി കൊടുക്കാം. ഇതിലോട്ടിടുകയാണ്.
ആയിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. കാരണം ഇതിന് മാവൊന്നും വെന്താൽ മതിയല്ലോ, ബാക്കി നമ്മൾ വേവിച്ച സാധനങ്ങളാണല്ലോ. നമുക്ക് അടുത്തത് ഇതുപോലെ ഇട്ടിരിക്കുകയാണ്. എല്ലാം ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. സ്വീറ്റ് പൊട്ടറ്റോ ബോണ്ട, ചട്നി വെച്ച ബോണ്ട, ചട്നി അല്ലല്ലോ ചമ്മന്തി വെച്ച ബോണ്ട, അടിപൊളി ബോണ്ടയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഞാനിത് കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. നമുക്ക് നോക്കാമല്ലേ ഇത് എങ്ങനെയുണ്ടെന്ന്. കാണാമോ എന്നറിയില്ല. ചമ്മന്തി കണ്ടോ, ഞാൻ തിന്ന് നോക്കട്ടെ. കണ്ടപ്പോൾ എനിക്ക് തിന്നാൻ തോന്നണം. ആഹാ, അടിപൊളി കേട്ടോ, എന്തൊരു സ്വാദാ. ആഹാ, നല്ല സ്വാദം. കാരണം ഈ മധുരവും ഈ ചമ്മന്തിയുടെ ഒരു ചെറിയ എരിവും എല്ലാം കൂടെ സാധാരണ ബോണ്ടേക്കാൾ എത്രയോ നല്ല സ്വാദും ഗുണമാണല്ലോ ഇത്. പിന്നെ പൊരിച്ചതുകൊണ്ട് ഗുണം അത്ര കാണില്ല. എന്നാലും ഈ സ്വീറ്റ് പൊട്ടറ്റോ വളരെ ഗുണമാണ് ശരീരത്തിന്. ഞാനത് പൊരിച്ചെന്നേ ഉള്ളൂ കേട്ടോ, പക്ഷെ നല്ല സ്വാദുണ്ട് അല്ലേ. സ്വീറ്റ് പൊട്ടറ്റോ എല്ലാവരും ഉണ്ടാക്കി നോക്കണം, നല്ല സ്വാദാണ്. പിന്നെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിർത്താൻ തോന്നില്ല, പിന്നെയും കഴിച്ചുകൊണ്ടേയിരിക്കാൻ തോന്നും. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്യുക. ഇത്രയും നേരം കണ്ടതിന് എല്ലാവർക്കും നന്ദി, നമസ്കാരം.